നമസ്കാരം. നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് കരിമാരം ഫ്രൈഡ് ചിക്കൻ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചിക്കൻ വലിയ വലിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാരിനേഷൻ ചെയ്യാം. തൈര്, കാശ്മീരി മുളക് പൊടി കുറച്ച്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാരിനേഷനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എടുത്ത് വയ്ക്കാം. 2 ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ മസാല കുറച്ചും നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ടുകൊണ്ട് മസാലയ്ക്ക് നല്ല കളറുണ്ട്. മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അടുപ്പ് കത്തിക്കാം. ഫ്രൈഡ് ചിക്കന് വേണ്ടിയുള്ള കോട്ടിങ് റെഡിയാക്കാം. ആദ്യം തന്നെ മൈദ, അടുത്തത് കോൺഫ്ലവർ. മൈദയോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ കോൺഫ്ലവറും എടുക്കുന്നത്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി മിക്സ് ചെയ്താം. കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇടാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കാം. ചിക്കൻ ഇനി കോട്ടിങ്ങിനകത്തോട്ട് മുക്കി കൊടുക്കാം. ചെസ്റ്റ് പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലെഗ് പീസ് തന്നെ ആദ്യം പോട്ടെ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. നല്ല മണമുണ്ടാ. സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ചിക്കൻ ഇടുക. ഭയങ്കര ചൂട്. നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൈസി മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. നിലവിൽ നമ്മുടെ നോർമൽ മയോണൈസിൻ്റെ അകത്തോട്ട് കുറച്ച് കാശ്മീരി പൊടി, കുറച്ച് തേന്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഇനി മിക്സ് ചെയ്യാം. ഈ ഉണ്ടാക്കി വെച്ച മയോണൈസിനകത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് ഒഴിക്കാം. മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കരിമാരം ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കൊതി വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കഴിച്ചോ. അടിപൊളിയാണ്. കിടുന്നതാണ് കേട്ടോ. നമ്മളാ ചെയ്ത ഫ്ലേവർ ശരിക്കും അറിയാമുണ്ട്. നോർമൽ ഫ്രൈഡ് ചിക്കനെക്കാട്ടി ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ്. കാരണം പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഡിഫറൻറ്റ് ടേസ്റ്റ്. സ്പെഷ്യൽ മയോണൈസ് അത് കൂട്ടി നോക്കട്ടെ. എങ്ങോട്ട് സാധനം അത്? നമ്മളിതിന് കരിമാരം ഫ്രൈഡ് ചിക്കൻ എന്നുള്ള പേരിടാനുള്ള കാരണം നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് കരിമാരം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കരിമാരം ഫ്രൈഡ് ചിക്കൻ എന്ന് ഇട്ടത്. സോസ് കൊള്ളാമല്ലേ? നമ്മുടെ ചെസ്റ്റ് പീസാണ്. ഇതുകൊണ്ടോ നമ്മുടെ സ്പെഷ്യൽ മയോണൈസിനകത്ത് നോക്കിയേ. കിടിലൻ ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഫോളോ ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം.